അയർലൻഡുമായുള്ള ആദ്യ T20യിലെ ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ഓപ്പണറും മലയാളി സൂപ്പർ താരവുമായിട്ടുള്ള മലയാളികളുടെ വളരെയധികം തന്നെ പ്രതീക്ഷയായിട്ടുള്ള സഞ്ജുവിന് മുന്നറിയിപ്പുമായി പലരും എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അവസരങ്ങൾ വിട്ടുകളയരുത്. നാളെ വളരെയധികം നിർണായകമാണ്. നമ്മുടെ കഴിവ് വേണ്ട സമയത്ത് പുറത്തെടുത്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായി മാറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലർക്കും അബദ്ധം പറ്റുന്നതും ഇങ്ങനെയാണ്. എന്നെങ്കിലും കളിച്ചാൽ പോരാ, നമ്മുടെ ടീമിന് ഉപയോഗപ്രദമാകുന്ന സമയത്ത് തന്നെ കളിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജയ് മഞ്ജരേക്കർ ആണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കളിയിലെ വെറും 4 ബോളുകളുടെ ആയുസ് മാത്രമേ സഞ്ജുവിന് ഉണ്ടായിരുന്നുള്ളൂ എന്നത് വളരെയധികം നിരാശ പരത്തുകയാണ്. കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിക്ക് അരങ്ങേറാൻ അവസരം നൽകാതെയാണ് ആദ്യ T20യിൽ ഇന്ത്യ ഇറങ്ങിയത്. 15-കാരനെ കളിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും വിശദീകരിച്ചാണ് അദ്ദേഹം എത്തുന്നത്. ഇന്ത്യൻ ടീമിനൊപ്പം T20യിൽ ഇനി ലഭിക്കുന്ന അവസരങ്ങൾ സഞ്ജു സാംസൺ മുതലാക്കാൻ ശ്രമിക്കണമെന്ന് സഞ്ജയ് മഞ്ജരേക്കർ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഉപദേശമാണ് സഞ്ജുവിന് നേരെ വരുന്നതെന്നത് കൂടി പറയണം. അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നില്ല എന്നും ഇപ്പോൾ കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നുമാണ് പറയുന്നത്. ഇത്രയും അവസരം മറ്റാർക്കും ലഭിക്കില്ല എന്നും ഇത് ഗംഭീർ ആയതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. വൈഭവ് സൂര്യവംശിക്ക് അവസരം കാത്ത് തൊട്ടു പിന്നാലെ ഉണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും അത് സഞ്ജുവിനുള്ള മുന്നറിയിപ്പാണെന്ന് എടുത്തു പറയുകയും ചെയ്യുകയാണ്. ഇന്ത്യൻ ടീമിൽ 34 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം സോണി 6ന്റെ ഷോയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം സഞ്ജു സാംസൺ വളരെയധികം സൂക്ഷിക്കണമെന്നും കാരണം അദ്ദേഹത്തിന്റെയും അഭിഷേക് ശർമ്മയുടെയും ഇടയിൽ വൈഭവ് സൂര്യവംശി നിൽക്കുകയാണെന്നുമാണ് മഞ്ജരേക്കർ പറയുന്നത്. ആദ്യ കളിയിലേറ്റ അപ്രതീക്ഷിത പ്രഹരത്തിന് ശേഷം ഞായറാഴ്ച ഇതേ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ അടുത്ത മാച്ചിൽ ഇന്ത്യ മാറ്റം വരുത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ള ഒരു കാര്യം. ദേശീയ ടീമിനായി അരങ്ങേറാൻ അവസരം ലഭിച്ചാൽ പുതുചരിത്രം കുറിക്കാനും വൈഭവിന് കഴിയുമെന്ന് പറയുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ഓൾ ടൈം റെക്കോർഡാണ് ഇടംകൈയൻ ബാറ്ററെ കാത്തിരിക്കുന്നത്. വൈഭവ് സൂര്യവംശിയെ കളിപ്പിച്ചാലും അയർലൻഡുമായിട്ടുള്ള ആദ്യ T20യിൽ ഇന്ത്യൻ ടീം ജയിക്കുമെന്നായിരുന്നു വൻ കരുതലുണ്ടായിരുന്നത്. ചൂണ്ടിക്കാണിച്ചിരുന്നതും അത്തരം തന്നെയാണ്. സഞ്ജയ് മഞ്ജരേക്കറും പറയുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നു. അഭിഷേക് ശർമ്മ ഈ മത്സരത്തിൽ ചെയ്ത വൈഭവ് സൂര്യവംശിക്ക് ചെയ്യാൻ കഴിഞ്ഞേനെ. ചിലപ്പോൾ അതിൽ നല്ലൊരു ഇന്നിങ്സും കാഴ്ചവെക്കാനായിരുന്നേനെ. ഒരു റൺ ചേസിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓരോ ഓവറിൽ തന്നെ അത് എല്ലാം ചെയ്യേണ്ടി വരുമായിരുന്നു. മാത്രമല്ല തുടർന്നുള്ള ഓവറുകൾ അതെല്ലാം തന്നെ ശ്രമിക്കേണ്ടതുമായിരുന്നു. തുടർന്നുള്ള ഓവറുകൾ നിങ്ങൾ ഇതേ താളം തുടരുകയും വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈഭവൻ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി മാറിയേനെ എന്ന് പറയാം. പക്ഷെ വിജയലക്ഷ്യം എന്നത് വളരെ വലുതായിരുന്നു. മാത്രമല്ല സാഹചര്യങ്ങളും അത് എളുപ്പമായിരുന്നില്ല. മാത്രമല്ല ദബുള്ളയിൽ കഴിഞ്ഞ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിലും വൈഭവിന് സിക്സറുകൾ അത്ര എളുപ്പത്തിൽ നേടാൻ കഴിഞ്ഞിരുന്നുമില്ല എന്നത് മഞ്ജരേക്കർ നിരീക്ഷിക്കുന്നു.